നമസ്കാരം. കേരളത്തിൽ ബി ജെ പിയിലെ രണ്ട് നേതാക്കന്മാരെ അണികൾ തോൽപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. ആരാണ് ആ രണ്ട് നേതാക്കന്മാർ? ആ രണ്ട് നേതാക്കന്മാർ മറ്റാരുമല്ല, കേരളത്തിലെ ബി ജെ പിയെ മുച്ചൂടും നശിപ്പിച്ചിട്ടുള്ള രണ്ട് നേതാക്കന്മാരാണ്. കഴിഞ്ഞ 5 വർഷമായി അല്ലെങ്കിൽ 8 വർഷമായി ഇവിടെ പിണറായി വിജയന് വിടുവേല ചെയ്യുന്ന രണ്ട് നേതാക്കന്മാരാണ്. ആ രണ്ട് നേതാക്കന്മാരുടെ പേരാണ്, ഒന്ന് വി മുരളീധരൻ, രണ്ടാമത്തെ പേരാണ് കെ സുരേന്ദ്രൻ. കേരളത്തിലെ ബി ജെ പി നിർത്തിയിട്ടുള്ള ഈ രണ്ട് നേതാക്കന്മാരെ അണികൾ തോൽപ്പിക്കുന്നതിന് കാരണമായിട്ട് അവർ പറയുന്ന കാരണങ്ങൾ എന്താണെന്ന് അറിയാമോ? നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 67 മണ്ഡലങ്ങളിലാണ് കേരളത്തിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടുള്ളത്. ബാലശങ്കർ എന്ന് പറയുന്ന RSS നേതാവ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓർഗനൈസർ എന്ന് പറയുന്ന RSSൻ്റെ ഔദ്യോഗിക ജിഹയുടെ എഡിറ്ററായിരുന്നു ബാലശങ്കർ. അദ്ദേഹം വലിയ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറായി വന്നെങ്കിലും വി മുരളീധരനും കെ സുരേന്ദ്രനുമാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാതെ ഇവിടുന്ന് കരയിപ്പിച്ച് വിട്ടത്. എന്നാൽ അദ്ദേഹം ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇവിടുത്തെ ബി ജെ പിയുടെ പ്രവർത്തനം ശരിയായ വിധത്തിലല്ല പോകുന്നത്. ഇവിടെ പിണറായി വിജയനോട് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് പോകുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. കേരളത്തിലെ ബി ജെ പി പിണറായി വിജയനെതിരെ ശക്തമായി നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ബി ജെ പി ഇവിടെ ഭരണത്തിൽ വരാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് 100% ശരിവെക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. 2021 നിയമസഭാ ഇലക്ഷനിലാണ് ബി ജെ പിയും സി പി എം എന്നുള്ള അവിഹിത ബന്ധം പുറത്തു വന്നത്. അങ്ങനെ 67 മണ്ഡലങ്ങളിൽ സി പി എമ്മിനെ വിജയിപ്പിക്കാൻ ബി ജെ പി വോട്ട് ചെയ്തപ്പോൾ 27 മണ്ഡലങ്ങളിൽ ബി ജെ പി സഹായത്തോടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതായത് 27 സ്ഥാനാർത്ഥികൾക്ക്, ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കാരണമായത് ബി ജെ പി വോട്ടായിരുന്നു. എന്നാൽ ബി ജെ പിക്ക് വെറും 5 സീറ്റുകളിലെങ്കിലും സി പി എം വിജയിപ്പിക്കണമെന്നുള്ള ധാരണയായിരുന്നു. അതായത് സ്വന്തം കൈവശമുണ്ടായിരുന്ന നിയമം, അതേപോലെ ചാത്തന്നൂർ, തൃശ്ശൂർ, പാലക്കാട് ആൻഡ് മഞ്ചേശ്വരത്താകട്ടെ നമ്മുടെ സുരേന്ദ്രനാണ് മത്സരിച്ചിരുന്നത്. എന്നാൽ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സുരേഷ് ഗോപി പാർലമെൻറ്റിൽ നടന്ന ഇലക്ഷൻ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അതേപോലെ മഞ്ചേശ്വരത്ത് കുറഞ്ഞ വോട്ടിന് തോറ്റിരുന്ന സുരേന്ദ്രൻ തോറ്റത് 2200ഓളം വോട്ടിന് തോറ്റു. അപ്പം ബി ജെ പി സി പി എം ബന്ധം കൊണ്ട് ബി ജെ പിക്ക് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളത് തെളിഞ്ഞു. അതിനുശേഷം പറഞ്ഞത് എന്താ? കോൺഗ്രസ് മുക്ത ഭാരതമാവുന്നതിന് വേണ്ടിയിട്ടാണ് ബി ജെ പിയുമായിട്ടുള്ള അലയൻസ് എന്ന് പറഞ്ഞത്. കേരളത്തിൽ 2020 മാർച്ച് മാസത്തിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് വരുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് പുറത്തു പറയുന്ന ആരാണ്? കെ സുരേന്ദ്രനാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു പിണറായി വിജയനാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രധാന വില്ലൻ എന്നാണ് പറഞ്ഞത്. സ്വർണ്ണക്കള്ളക്കടത്തിലെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് ആരാണ്? പിണറായി വിജയനാണ്. പിന്നീട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അതായത് പിണറായി വിജയൻ്റെ മകളാണ് ഇതിൻ്റെ അകത്ത് പ്രധാന വില്ലത്തി എന്ന് പറഞ്ഞു. ഈ ഇവരുടെ രണ്ട് പേരുടെയും പേരുകൾ പറഞ്ഞ ഉടനെ, പേര് പറഞ്ഞ ഉടനെ നമ്മളെല്ലാം ചിന്തിച്ചത് അവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്നാണ്. എന്നാൽ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുന്നതിന് പകരം പിണറായി വിജയനുമായി ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയൻ്റെ ആളുകളായ കെ സുരേന്ദ്രനും വി മുരളീധരനും അദ്ദേഹത്തെ രക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഒരു കോക്കസ് തന്നെ കേരളത്തിൽ രൂപപ്പെട്ടു. ആ കോക്കസ് പിണറായി വിജയൻ, വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, യൂസഫ് അലി എന്ന് പറയുന്ന ഒരു വലിയ കോക്കസാണ്. ഈ കോക്കസാണ് കേരളത്തെ ഭരിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത് എവിടെയും എത്തിയില്ല. അതിന് തുടർന്നിട്ടാണ് ഡോളർ കടത്ത് വന്നതോടുകൂടെ വീണ്ടും സുരേന്ദ്രൻ പറഞ്ഞു ഇപ്പം അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ആരെയും അറസ്റ്റ് ചെയ്തില്ല. സുരേന്ദ്രൻ വളരെ ഗംഭീരമായി പറയുന്നുണ്ടെങ്കിലും അപ്പോഴത്തേക്ക് പിന്നീട് വിഴുങ്ങി. പിണറായി വിജയനും മകളും കുടുംബവും വളരെ സുരക്ഷിതമായി മുന്നോട്ട് പോയി. പിണറായി വിജയൻ ഒരു സമയത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞെന്താ, പിണറായി വിജയനെയും കുടുംബത്തെയും ജയിലിൽ ചെന്ന് ഞാൻ കാണും എന്നടക്കം അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പ് എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയിലെ പ്രളയത്തിൽ കുടുങ്ങിയ അങ്ങനെ കുടുങ്ങിയുള്ളവർക്ക് വേണ്ടി റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന വിദേശത്തെ
ഒരു UAE ഒരു സന്നദ്ധ സംഘടന ഗവൺമെൻറ് വഴി നൽകുന്ന ഒരു ഫണ്ടായിരുന്നു. ആ ഫണ്ട് വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട് FCRA പ്രകാരം ലൈഫ് മിഷനിലേക്ക് മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. ലൈഫ് മിഷനാണ് അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. എന്നാൽ പിണറായി വിജയൻ ബോധപൂർവം ആ ലൈഫ് മിഷനെ മാറ്റി യൂണിടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനത്തെ കൊണ്ടുവന്നു. ഫണ്ട് മുഴുവൻ അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് അവർക്ക് ആ വർക്ക് കൊടുത്തു. 19 കോടി വന്നതിൽ 9 കോടിയും കമ്മീഷനെ അടിച്ചു പറ്റി. പിണറായി വിജയൻ 1 കോടി കിട്ടി, മകൾക്ക് 1 കോടി കിട്ടി, ശിവശങ്കറിന് 1 കോടി കിട്ടി. ആ 1 കോടിയാണ് തിരുവനന്തപുരത്തെ SBI ബാങ്കിൽ കണ്ടെത്തിയത് ആര്? എൻഫോഴ്സ്മെൻറ്റ്. ആ കേസിൽ ഇതുവരെ പിണറായി വിജയനെ ചോദ്യം ചെയ്യ പോലും ഉണ്ടായിട്ടില്ല. പിന്നീടാണ് മാസപ്പടി വിവാദം. നമുക്കറിയാം, മാസപ്പടി വിവാദം ഇത്രയധികം കത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് ആരാണ്? PC ജോർജിൻ്റെ മകനാണ്. PC ജോർജിൻ്റെ മകൻ കൃത്യമായി അതിൽ കാര്യങ്ങൾ പറഞ്ഞു. PC ജോർജിൻ്റെ മകൻ കൃത്യമായി ആ കാര്യത്തിൽ മുന്നോട്ട് നീങ്ങി അവരെ പരാതി കൊടുത്തു, ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്തു. അപ്പോഴൊന്നും അനങ്ങിയില്ല, പുറത്തറിഞ്ഞില്ല. പിന്നീടാണ് അറിയുന്നത് 3 വർഷം മുമ്പേ ROC ഇക്കാര്യത്തിൽ നടപടിയെടുത്ത എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടത്തിയിരുന്നു. ഈ കാര്യം BJPക്ക് അറിയാമായിരുന്നു. ഇലക്ഷൻ സമയത്ത് ഈ കാര്യം അറിയാമായിരുന്നു. അന്നേ പിണറായി വിജയന്റെ മകളെയും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം കരിമണൽ കർത്തയിൽ നിന്നും 100 കോടി രൂപ കൈപ്പറ്റി എന്ന് പറയുന്ന തെളിവുകൾ അമ്മയെ കിട്ടിയിരുന്നു. 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 100 കോടി രൂപ പിണറായി വിജയൻ കൈപ്പറ്റിയിരുന്നു. അതേപോലെ പിണറായി വിജയന്റെ മകൾ 1.72 കോടി രൂപ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക്, അവരുടെ കമ്പനിയിലേക്ക്, ബാംഗ്ലൂർ ആസ്ഥാനമായ കമ്പനിയിലേക്ക് നൽകിയ വിവരവും കണ്ടെത്തിയിരുന്നു. ഈ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് ഈ പണം വന്നത് യാതൊരു സർവീസും നടത്താതെ എഡ്യൂക്കേഷൻ രംഗത്ത് മാത്രം പ്രവർത്തിക്കേണ്ട സ്ഥാപനം എന്ന നിലയിൽ വരാൻ പാടില്ലാത്ത പണമാണ് അവിടെ വന്നത് എന്നും കണ്ടെത്തിയിരുന്നു. പക്ഷേ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന K. സുരേന്ദ്രനും V. മുരളീധരനും ഡൽഹിയിൽ ചെന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്? ഇവിടെ പിണറായി വിജയനെ നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിനെ തകർക്കാൻ പറ്റും. പിണറായി വിജയന്റെ സഹായത്തോടെ ഇവിടെ നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ നേടാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ കച്ചവടമായി, ധാരണയായി. അതിനുശേഷം 2019 2024 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ 40,000 കോടി രൂപയുടെ ഈ കരിമണലാണ് കടത്തിക്കൊണ്ടുപോയത്. ആവറേജ് ഒരു കമ്പനിക്ക് മാത്രമുള്ള കാര്യമാണെങ്കിൽ അത് മറ്റു കമ്പനികൾക്കെല്ലാം കൂടി വരുമ്പോൾ ഈ 4 വർഷം കൊണ്ട് മാത്രം 1,02,000 കോടി രൂപയുടെ 1,04,000 കോടിയുടെ കരിമണലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൽ ആവറേജ് ഒരു 10,000 കോടി രൂപയെങ്കിലും പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടുന്നതിലെല്ലാം തന്നെ കൃത്യമായിട്ട് V. മുരളീധരനും K. സുരേന്ദ്രനും കൊടുത്തു എന്ന് പറയുന്ന വിവരങ്ങളാണ് BJP കേന്ദ്രങ്ങളിൽ പുറത്തു വന്നത്. അവർക്ക് കൃത്യമായി യൂസഫ് അലിയുമായി ധാരണയായി. യൂസഫ് അലിയുടെ കമ്പനികളിൽ അവരെയും നിക്ഷേപങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് പിണറായി വിജയനെ ഏത് വിധേനയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള നിലപാടായി. നമുക്ക് അറിയാം, മാസപ്പടി വിവാദത്തിൽ ഷോൺ ജോർജ് എന്ന് പറയുന്ന PC ജോർജിന്റെ മകൻ നടത്തിയ അത്യുജ്ജലമായ നിയമ പോരാട്ടം അവസാനം നമ്മളെല്ലാവരും കണ്ടത് കർണാടകയിൽ ഹർജി കൊടുത്തപ്പോൾ കർണാടക ഹൈക്കോടതി പറഞ്ഞു ഒരു രക്ഷയുമില്ല, SFIയുടെ മുന്നിൽ തെളിവ് ഹാജരാക്കണം, എന്നിട്ട് അവിടെ ചോദ്യം ചെയ്യലും വിധേയനാക്കണം, അല്ലാതെ ഈ പരാതി അംഗീകരിക്കുന്നതല്ല എന്ന് കർണാടക ഹൈക്കോടതി തള്ളിയപ്പോൾ തന്നെ പിറ്റേ ദിവസം ഓൺ ദ സ്പോട്ട് വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ തൊട്ടില്ല. ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കണ്ടില്ലേ? ഹൈക്കോടതി പറഞ്ഞു ജാമ്യം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി 9 തവണ ഹാജരാവാത്ത കെജ്രിവാളിനെ മുഖ്യമന്ത്രി എന്ന അദ്ദേഹത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എന്തായി, കൃത്യമായി ആ കാര്യത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അറസ്റ്റ് ചെയ്ത രീതിയെല്ലാം നിയമസംഹിതകൾക്കെതിരാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരാണ്. എന്നിട്ടോ ഇത്രയും കാലമായി പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്തില്ല, കുടുംബത്തെ അറസ്റ്റ് ചെയ്തില്ല. ആ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിലുള്ള 2 പേരാണ്. ആരാണ്? കച്ചവടക്കാരാണ്. നമ്മുടെ K. സുരേന്ദ്രനും V. മുരളീധരനും. അവർ ഈ കേരളത്തിൽ ഒരു 6 മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പിണറായി വിജയനുമായി ധാരണ ഉണ്ടാക്കുകയും അത് അമിത്ഷായെയും അതേപോലെ നരേന്ദ്രമോദിയെയും അറിയിക്കുകയും ചെയ്ത് ഇപ്പോൾ ആ കച്ചവടത്തിലാണ്. ഈ കച്ചവടത്തിൻ്റെ കമ്മീഷൻ കൈപ്പറ്റുന്ന ആളുകളാണ് V. മുരളീധരനും K. സുരേന്ദ്രനും. ഇത് കേരളത്തിലെ BJPയെ നശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. നേരത്തെ 2020
പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, തുടർന്നുള്ള ഓരോ കാര്യങ്ങൾ മാർക്സിസ്റ്റ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ BJP ആയിരുന്നു ഭരിക്കുമായിരുന്നത്. കേരളത്തിൽ BJP ആയിരുന്നു ഭരിക്കുമായിരുന്നു. നമുക്കറിയാം കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ അവസാനം ഉണ്ടായിട്ടുള്ളത്. അവിടെ സുരേഷ് ഗോപി നടത്തിയ അത്യുജ്വലമായ പോരാട്ടം. അപ്പോൾ സുരേഷ് ഗോപി അതിനെപ്പറ്റി മിണ്ടാറില്ല. നമുക്കറിയാം AC മൊയ്തീൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് പണം, അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്തു, തെളിവുകൾ ശേഖരിച്ചു, അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. അതെന്തിനാണ്? അദ്ദേഹം കുറ്റക്കാരനായതുകൊണ്ടാണ്. എന്നാൽ ഇന്നേ നിമിഷം വരെ അദ്ദേഹത്തെ തൊട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തെ പറ്റി മിണ്ടാറേയില്ല. സുരേഷ് ഗോപിക്ക് അവിടെ തിരിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കിട്ടാനുള്ള ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ 6 മണ്ഡലങ്ങളിൽ കേരളത്തിൽ BJP-യെ വിജയിപ്പിക്കാനുള്ള ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 6 മണ്ഡലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ വോട്ട് ചെയ്യുമെന്നുള്ള മൂഢസ്വർഗത്തിലാണ് ഈ BJP നേതാക്കന്മാർ. എന്നിട്ട് പുറമെ വന്നിട്ട് പിണറായി വിജയനെ കുറ്റം പറയും. ഇപ്പുറത്ത് പിണറായി വിജയൻ ഈ നേതാക്കന്മാരെയും പറ്റി കുറ്റം പറയും. പക്ഷെ അമിത്ഷായെയും അതേപോലെ മോദിയെക്കുറിച്ചും വരെ പിണറായി വിജയൻ മിണ്ടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അറിയാം പറയുന്ന ധാരണ പിഴച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും പിണറായി വിജയന്റെ കച്ചവടക്കാരായ, കൂട്ടുകച്ചവടക്കാരായ, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അട്ടിമറിക്കപ്പെട്ട, അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെട്ടതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന 2 പേരാണ് V മുരളീധരനും K സുരേന്ദ്രനും. എനിക്ക് നേരിട്ട് അവരെ പറ്റി പറയാൻ പറ്റും. ലാവ്ലിൻ കേസ് ഞാനാണ് കൊണ്ടുവന്നത്. ഞാനാണ് ജീവൻ കൊടുത്ത്, ഉയിര് കൊടുത്ത് ആ ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്ന് പിണറായി വിജയനെ പ്രതിയാക്കിയതും. ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. 2017 ആ കേസ് സുപ്രീം കോടതിയിലെത്തിയത്. ഞാൻ ഈ കാര്യത്തിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്നതുകൊണ്ട് അവിടെയുള്ള സോളിസിറ്റർ ജനറൽ എല്ലാ തവണയും വന്നിട്ട് പറയുന്നത് ഈ കേസ് മാറ്റിവെക്കണം, ഈ കേസ് മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ K സുരേന്ദ്രനെയും V മുരളീധരനെയും വിളിച്ചിരുന്നു. അവരുടെ ശ്രദ്ധയിൽ ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അവർ ഇന്നേ വരെ തിരിച്ചു വിളിക്കുകയോ ആ കാര്യത്തിൽ ഇടപെടുകയോ എന്നോട് അതെന്താണ് സംഭവം, ലാവ്ലിൻ കേസിൽ എന്താണ് സഹായം വേണ്ടത് എന്ന് ചോദിക്കുകയോ ചെയ്തില്ല. എനിക്ക് സഹായം വേണ്ടത് കോടതി ഇടപെടൽ, കോടതിയിൽ നിന്ന് സ്വാധീനം ഉണ്ടാക്കല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളായ അമിത്ഷായുടെ വലങ്കൈയായ ഈ സോളിസിറ്റർ ജനറൽ കൃത്യമായി കോടതിയിൽ വന്ന് കേസ് നടത്തണം എന്നുള്ളത് മാത്രമാണ്. അതിന് അവർ ഇടപെട്ട് അമിത്ഷായുടെ ഈ കാര്യം ശ്രദ്ധയപ്പെടുത്തണം എന്നുള്ളത്. പക്ഷേ ഇവർ കച്ചവടം നടത്തുമ്പോൾ എങ്ങനെ ശ്രദ്ധയപ്പെടുത്തും? അപ്പം ഇവർ കേരളത്തിലെ BJP-യെ നശിപ്പിച്ചവരാണ്. കഴിഞ്ഞ 2020 മുതൽ ഈ കച്ചവടം ഒഴിവാക്കി പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പൊട്ടിത്തകർന്ന് അതിലുള്ള അണികൾ മുഴുവൻ ഇപ്പോൾ BJP-യിൽ എത്തുമായിരുന്നു. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. പക്ഷെ വേറൊരു പ്ലാനാണ് അവർ നടത്തുന്നത്. പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവിടെയുള്ള അണികളെയെല്ലാം കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആദ്യം പറ്റുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ, BJP നേതാക്കന്മാരെ, കച്ചവടക്കാരായ BJP നേതാക്കന്മാരെ തോൽപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഇവിടുത്തെ BJP അണികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ 2,50,000 വോട്ട് പിടിച്ചു. അവിടെ അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ട് അവർ ഇപ്രാവശ്യം വിജയിക്കുമായിരുന്നു. എന്നാൽ V മുരളീധരനാണ് അവിടെ സ്ഥാനാർത്ഥി. ഇതിൻ്റെ ഇടയിലാണ് രാജീവ് ചന്ദ്രശേഖരനുമായുള്ള കച്ചവടത്തിൻ്റെ, അതേപോലെ EP ജയരാജനുമായുള്ള കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. തിരുവനന്തപുരത്ത് അവരെ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാനും അതുപോലെ തൃശ്ശൂരിൽ മുരളീധരനെ തോൽപ്പിക്കാനും വേണ്ടി EP ജയരാജൻ തന്നെ രംഗത്തിറങ്ങി എന്ന് പറയുന്ന കാര്യം. അതിൽ 2 ദിവസം മുമ്പാണ് പിണറായി വിജയൻ തൃശ്ശൂരിൽ ചെന്ന് MM വർഗീസിനെയും, അതായത് പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും അതേപോലെ മറ്റു 2 പേരെയും, ആരാണ് 2 പേർ? നമ്മുടെ AC മൊയ്തീനെയും MK കണ്ണനും, ഇവരാണല്ലോ പ്രതികളായിട്ടുള്ളത്. ഇവരെ പോയി കാണുകയും ഇവരോട് കൃത്യമായി ഓരോ ബൂത്തിലും 50 മുതൽ 100 വരെ വോട്ടുകൾ BJP-ക്ക് അനുകൂലമായി ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തിരിക്കുകയാണ്. കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അല്ലാതെ വേറൊന്നിനുമല്ല. കെജ്രിവാൾ വന്നപ്പോൾ, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ AC മൊയ്തീനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നതെന്നൊക്കെ, ഇതൊക്കെ കള്ളമാണ്. എന്തായാലും 2 നേതാക്കന്മാരെ, BJP-യുടെ V മുരളീധരനെയും K സുരേന്ദ്രനെയും തോൽപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഈ BJP അണികൾ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരമാണ് ഓരോ മണ്ഡലത്തിൽ നിന്ന് വരുന്നത്. അതിന് കാരണം BJP-യെ കച്ചവടം ചെയ്ത്
BJPയെ മറിയാക്കി പിണറായി വിജയനെ സംരക്ഷിച്ചത് തന്നെയാണ്. കേരളത്തിലെ BJP അണികൾ 99% പിണറായി വിജയനെതിരാണ്, പിണറായി വിജയന്റെ തട്ടിപ്പുകൾക്കെതിരാണ്, പിണറായി വിജയന്റെ മകൾ നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെയാണ്. അവരെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ BJP വളരുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പകരം അവരെ കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, അവരെ പോക്കറ്റ് വീർപ്പിക്കാൻ മാത്രമുള്ള ഈ നേതാക്കന്മാരെ ഒരു തരത്തിലും വെച്ച് പുലർത്താൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ മോദിയെ വിശ്വസിക്കുന്നു, മോദിയോടൊപ്പം നിൽക്കുന്നു. അതോടൊപ്പം ഇവിടുത്തെ കേരളത്തിലെ BJP നേതൃത്വത്തെ ഒന്നടങ്കം തോൽപ്പിച്ചവിടെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ ഉള്ള യഥാർത്ഥ സത്യം. എന്തായാലും വി മുരളീധരനും കെ സുരേന്ദ്രനും തീർച്ചയായും ഈ ഇലക്ഷനിൽ ഏറ്റവും അധികം അടി കിട്ടാൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നോ അല്ല, BJP അണികളിൽ നിന്നായിരിക്കും. ഒരു മാർക്സിസ്റ്റ് പാർട്ടി അണികളും ഈ നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യില്ല. കാരണം അവരെ ഏറ്റവും അധികം വെറുക്കുന്ന നേതാക്കന്മാരാണ് BJP നേതാക്കന്മാർ. പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് ചുരുങ്ങിയ ഒരു ശതമാനം വോട്ട് ചെയ്യില്ല എന്നുള്ളത് ഇല്ലായിരിക്കാം. പക്ഷെ അതിലുപരി CPM അണികൾ, മാർച്ച് BJP അണികൾ, അവർ രണ്ടുപേരും ഇപ്പോൾ UDF അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പല 6 മണ്ഡലങ്ങളിൽ ദൃശ്യമാണ്. നമ്മൾ തീരുമാനിച്ചുള്ള 6 മണ്ഡലങ്ങൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, അതേപോലെ പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ് മണ്ഡലങ്ങളിൽ BJPക്കെതിരെ ശക്തമായി വോട്ട് ചെയ്യാൻ, അതുപോലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ച CPM അണികളും BJP അണികളുമാണ് എന്നുള്ളതാണ് സത്യം. ഈ ധാരണ പൊട്ടിപ്പൊളിയും എന്നുള്ള സംശയമില്ല. ഈ അവിശുദ്ധ കൂട്ടുകെട്ട്, ഈ അവിശുദ്ധ നിലപാട് BJPയെ തകർക്കുമെന്ന് BJP അണികൾ വിശ്വസിക്കുന്നു. അതിനവർ തയ്യാറല്ല എന്ന് അവർ വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ക്രൈമിന് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെയെല്ലാം വിവരങ്ങൾ ഞങ്ങൾ ഘട്ടം ഘട്ടമായി പുറത്തുവിടും. നന്ദി, നമസ്കാരം.